ഫ്ലോറിഡ തീരത്തുനിന്ന് കേവലം 90 മൈൽ മാത്രം അകലെയുള്ള ക്യൂബൻ അതിർത്തിയിൽ അമേരിക്കൻ സൈന്യത്തിന്റെ അസാധാരണമായ നീക്കങ്ങൾ ആഗോളതലത്തിൽ വലിയ ചർച്ചകൾക്ക് വഴിവെച്ചിരിക്കുകയാണ്. CNN പുറത്തുവിട്ട ഏറ്റവും പുതിയ റിപ്പോർട്ടുകൾ പ്രകാരം ക്യൂബൻ ആകാശസീമയ്ക്ക് തൊട്ടടുത്ത് അമേരിക്കൻ ചാരവിമാനങ്ങൾ വൻതോതിൽ നിരീക്ഷണം ശക്തമാക്കിയിരിക്കുകയാണ്. P-8 പോസിഡോൺ, MQ-4C ട്രൈറ്റൺ തുടങ്ങിയ അത്യാധുനിക നിരീക്ഷണ വിമാനങ്ങൾ ഹവാനയ്ക്ക് മുകളിലൂടെ നിത്യേനയെന്നോണം വട്ടമിട്ട് പറക്കുന്നത് മേഖലയിൽ വലിയൊരു സൈനിക നീക്കത്തിന്റെ മുന്നോടിയാണെന്ന സൂചനയാണ് നൽകുന്നത്. ഈ സൈനിക നിരീക്ഷണത്തിന് കൃത്യമായ ഒരു പാറ്റേൺ ഉണ്ടെന്ന് പ്രതിരോധ വിദഗ്ധർ ചൂണ്ടിക്കാട്ടുന്നുണ്ട്. മുൻപ് വെനിസ്വേലയിലും ഇറാനിലും അമേരിക്കൻ സൈന്യം നടത്തിയ ഓപ്പറേഷനുകൾക്ക് തൊട്ടു മുൻപ് ഇതേ രീതിയിലുള്ള നിരീക്ഷണ വിമാനങ്ങളുടെ സാന്നിധ്യം റിപ്പോർട്ട് ചെയ്യപ്പെട്ടിരുന്നു. ശത്രു രാജ്യങ്ങളുടെ സുരക്ഷാ ക്രമീകരണങ്ങൾ മനസ്സിലാക്കാനും സൈനിക വിന്യാസങ്ങൾ നിരീക്ഷിക്കാനുമായി നടത്തുന്ന ഈ ഇന്റലിജൻസ് ബ്ലീറ്റ്സ് വാഷിംഗ്ടണിന്റെ ഭാഗത്തു നിന്നുള്ള കടുത്ത നടപടിയുടെ സൂചനയാണ്. പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് ക്യൂബയ്ക്കെതിരെ സ്വീകരിച്ചിട്ടുള്ള കർക്കശമായ നിലപാടുകൾ ഈ സാഹചര്യത്തെ കൂടുതൽ സ്ഫോടനാത്മകമാക്കുന്നു. ക്യൂബയെ അമേരിക്കയുടെ ദേശീയ സുരക്ഷയ്ക്ക് ഭീഷണിയായി പ്രഖ്യാപിച്ച ട്രംപ് രാജ്യത്തിന് മേൽ കടുത്ത നാവിക എണ്ണ ഉപരോധം ഏർപ്പെടുത്തിയിരിക്കുകയാണ്. ക്യൂബയിലേക്കുള്ള ഇന്ധന വരവ് തടയുന്നതിലൂടെ ആ രാജ്യത്തിന്റെ സമ്പദ് വ്യവസ്ഥയെ ശ്വാസം മുട്ടിക്കുക എന്ന തന്ത്രമാണ് അമേരിക്ക പയറ്റുന്നത്. ഹവാന തീരത്ത് അമേരിക്കൻ വിമാനങ്ങൾ ഇത്രത്തോളം ദൃശ്യമായ രീതിയിൽ നിരീക്ഷണം നടത്തുന്നത് ബോധപൂർവമാണെന്ന് നിരീക്ഷകർ കരുതുന്നു. തങ്ങൾ എന്താണ് ചെയ്യാൻ പോകുന്നതെന്ന് ക്യൂബൻ ഭരണകൂടത്തിന് കൃത്യമായി മുന്നറിയിപ്പ് നൽകുക എന്നതാണ് ഇതിലൂടെ വാഷിംഗ്ടൺ ലക്ഷ്യമിടുന്നത്. രഹസ്യമായി നിരീക്ഷണം നടത്തുന്നതിന് പകരം ഇത്ര പരസ്യമായി വിമാനങ്ങൾ പറത്തുന്നത് ശത്രുവിനെ മാനസികമായി തളർത്താനുള്ള യുദ്ധതന്ത്രത്തിന്റെ ഭാഗമാണ്. ലാറ്റിൻ അമേരിക്കയിലെ റഷ്യയുടെ ഏറ്റവും അടുത്ത സഖ്യകക്ഷിയാണ് ക്യൂബ. അതുകൊണ്ട് തന്നെ ക്യൂബയ്ക്കെതിരെയുള്ള ഏതൊരു നീക്കവും മോസ്കോയെ നേരിട്ട് പ്രകോപിപ്പിക്കുന്നതിന് തുല്യമാണ്. റഷ്യൻ സൈനിക താവളങ്ങളോ ചാരവൃത്തി സംവിധാനങ്ങളോ ക്യൂബയിലുണ്ടോ എന്നറിയാനാണ് അമേരിക്ക പ്രധാനമായും ശ്രമിക്കുന്നത്. ഉപയോഗിക്കുന്ന വിമാനങ്ങളുടെ സാങ്കേതിക തികവ് ഈ നീക്കത്തിന്റെ ഗൗരവം വർദ്ധിപ്പിക്കുന്നുണ്ട്. സമുദ്രാന്തർ യുദ്ധങ്ങളിൽ പ്രഗത്ഭമായ P-8 പോസിഡോൺ കപ്പലുകളെയും അന്തർവാഹിനികളെയും നിരീക്ഷിക്കാൻ കഴിവുള്ളതാണ്. കടലിനടിയിലുള്ള ക്യൂബൻ നീക്കങ്ങൾ പോലും അമേരിക്കൻ അത്യാധുനിക ഡ്രോൺ ദീർഘനേരം ആകാശത്തേക്ക് തങ്ങി നിന്ന് അതിസൂക്ഷ്മമായ ചിത്രങ്ങൾ പകർത്താൻ ശേഷിയുള്ളതാണ്. വെനിസ്വേലയിൽ നിക്കോളാസ് മഡൂറോ സർക്കാരിനെ സമ്മർദ്ദത്തിലാക്കാൻ അമേരിക്ക പയറ്റിയ അതേ തന്ത്രങ്ങൾ തന്നെയാണ് ഇപ്പോൾ ക്യൂബയ്ക്കും നേരെ പ്രയോഗിക്കുന്നത്. സാമ്പത്തിക ഉപരോധവും സൈനിക ഭീഷണിയും ഒരേ സമയം പ്രയോഗിക്കുമ്പോൾ ക്യൂബൻ ഭരണകൂടം പ്രതിരോധത്തിലാവുകയാണ്. ഹവാനയിലെ ജനങ്ങൾക്കിടയിൽ ഈ വിമാനങ്ങളുടെ സാന്നിധ്യം വലിയ പരിഭ്രാന്തി പടർത്തുന്നുണ്ട്. ഇറാൻ മോഡലിലുള്ള സൈനിക വിന്യാസമാണ് ഇപ്പോൾ ഫ്ലോറിഡ തീരത്ത് ദൃശ്യമാകുന്നത്. ഇറാന്റെ എണ്ണക്കപ്പലുകൾ തടയുന്നത് പോലെ ക്യൂബയിലേക്കുള്ള കപ്പലുകളെയും അമേരിക്കൻ നാവികസേന നിരീക്ഷിക്കുന്നുണ്ട്. ഇത് ആഗോള വിപണിയിലെ ചരക്കു നീക്കത്തെയും ബാധിക്കാൻ സാധ്യതയുണ്ട്. കരീബിയൻ കടൽ പ്രദേശം ഒരു യുദ്ധമേഖലയായി മാറുന്നത് വിനോദസഞ്ചാര മേഖലയെയും തകർക്കും. ക്യൂബൻ സർക്കാർ ഈ നീക്കങ്ങളെ തങ്ങളുടെ പരമാധികാരത്തിന്മേലുള്ള നഗ്നമായ ലംഘനമായാണ് കാണുന്നത്. തങ്ങളുടെ ആഭ്യന്തര കാര്യങ്ങളിൽ അമേരിക്ക ഇടപെടുകയാണെന്നും സൈനികമായി തങ്ങളെ വിറപ്പിക്കാനാവില്ലെന്നുമാണ് ഹവാനയുടെ നിലപാട്. ഫ്ലോറിഡയിലെ രാഷ്ട്രീയ സാഹചര്യം കൂടി ഈ നീക്കത്തിന് പിന്നിലുണ്ടെന്ന് വിലയിരുത്തപ്പെടുന്നുണ്ട്. ക്യൂബൻ വിരുദ്ധ വികാരം ശക്തമായ ഫ്ലോറിഡയിൽ ഇത്തരം കടുത്ത നടപടികൾ ട്രംപിന് രാഷ്ട്രീയ നേട്ടം നൽകും. ദേശീയ സുരക്ഷ എന്ന പേരിൽ നടത്തുന്ന ഈ നീക്കങ്ങൾ പലപ്പോഴും ആഭ്യന്തര രാഷ്ട്രീയ അജണ്ടകളുടെ കൂടി ഭാഗമാക്കാറുണ്ട്. ചാരവിമാനങ്ങളുടെ ഈ നിരന്തര സാന്നിധ്യം ഒരു പ്രീ എംപ്റ്റീവ് സ്ട്രൈക്ക് അഥവാ മുൻകൂർ ആക്രമണത്തിന് വേണ്ടിയുള്ള വിവരശേഖരണമാണോ എന്ന ആശങ്ക ലോകരാജ്യങ്ങൾക്കിടയിലുണ്ട്. ക്യൂബൻ സൈനിക കേന്ദ്രങ്ങൾ, മിസൈൽ താവളങ്ങൾ, കമ്മ്യൂണിക്കേഷൻ ടവറുകൾ എന്നിവയുടെ ലൊക്കേഷനുകൾ കൃത്യമായി അമേരിക്കൻ സൈന്യം മാപ്പ് ചെയ്തു കഴിഞ്ഞു. റഷ്യയുടെ ഭാഗത്തു നിന്നുള്ള പ്രതികരണം ഈ സാഹചര്യത്തിൽ നിർണായകമാണ്. തങ്ങളുടെ സഖ്യകക്ഷിയെ സംരക്ഷിക്കാൻ റഷ്യൻ യുദ്ധക്കപ്പലുകൾ കരീബിയൻ കടലിലേക്ക് എത്തിയാൽ അത് ശീതയുദ്ധകാലത്തെ ക്യൂബൻ മിസൈൽ പ്രതിസന്ധിക്ക് സമാനമായ അവസ്ഥയുണ്ടാക്കും. എണ്ണ ഉപരോധം മൂലം ക്യൂബയിൽ ഇന്ധനക്ഷാമം രൂക്ഷമായിരിക്കുകയാണ്. ജനജീവിതം ദുസ്സഹമാകുന്നതിലൂടെ ഭരണകൂടത്തിനെതിരെ ജനരോഷം ഉയർത്താനാണ് വാഷിംഗ്ടൺ ശ്രമിക്കുന്നത്. മാക്സിമം പ്രഷർ എന്ന ട്രംപിന്റെ വിദേശ നയം അതിന്റെ എല്ലാ തീവ്രതയോടും കൂടി ക്യൂബയിൽ നടപ്പിലാക്കപ്പെടുന്നു.
അന്താരാഷ്ട്ര സമൂഹം ഈ വിഷയത്തിൽ ഭിന്നാഭിപ്രായക്കാരാണ്. അയൽ രാജ്യത്തെ സൈനികമായി ഭീഷണിപ്പെടുത്തുന്നത് ജനാധിപത്യത്തിന് നിരക്കാത്തതാണെന്ന് ചില രാജ്യങ്ങൾ വാദിക്കുന്നു. ഡ്രോണുകളുടെ നിരീക്ഷണം അതിർത്തി കടന്നുള്ള കടൽ കൊള്ളയും കള്ളക്കടത്തും തടയാനാണെന്ന് അമേരിക്ക ഔദ്യോഗികമായി വിശദീകരിക്കുന്നുണ്ടെങ്കിലും യാഥാർത്ഥ്യം അതല്ലെന്ന് എല്ലാവർക്കും അറിയാം. അത്യാധുനിക സെൻസറുകൾ ഘടിപ്പിച്ച വിമാനങ്ങൾ ക്യൂബൻ സൈന്യത്തിന്റെ റേഡിയോ സന്ദേശങ്ങൾ വരെ ചോർത്തുന്നുണ്ട്. ക്യൂബൻ അതിർത്തിയിലെ ഈ നീക്കങ്ങൾ ലാറ്റിൻ അമേരിക്കയിലെ മറ്റിടത് സർക്കാരുകൾക്കും ഒരു മുന്നറിയിപ്പാണ്. അമേരിക്കയുടെ താൽപര്യങ്ങൾക്ക് വിരുദ്ധമായി പ്രവർത്തിക്കുന്ന രാജ്യങ്ങൾക്കെതിരെ ഏത് നിമിഷവും സൈനിക നീക്കം ഉണ്ടാകാമെന്ന സന്ദേശമാണ് ട്രംപ് നൽകുന്നത്. ഇത് മേഖലയിലെ നയതന്ത്ര ബന്ധങ്ങളിൽ വലിയ വിള്ളലുകൾ ഉണ്ടാക്കും. CNN റിപ്പോർട്ട് പ്രകാരം അമേരിക്കൻ സൈന്യത്തിന്റെ ഈ ഇന്റലിജൻസ് ബ്ലീറ്റ്സ് വരും ദിവസങ്ങളിൽ കൂടുതൽ ശക്തമാക്കും. കൂടുതൽ യുദ്ധക്കപ്പലുകൾ ഫ്ലോറിഡ തീരത്തേക്ക് അടുക്കുന്നതായും വിവരമുണ്ട്. യുദ്ധത്തിന് വേണ്ടിയുള്ള തയ്യാറെടുപ്പുകൾ പൂർത്തിയായെന്ന തോന്നൽ ക്യൂബൻ സൈന്യത്തിന് നൽകുന്നതിലൂടെ അവരെ കൊണ്ട് വിട്ടുവീഴ്ചകൾ ചെയ്യിപ്പിക്കാമെന്നാണ് ട്രംപിന്റെ കണക്കുകൂട്ടൽ. എന്നാൽ വിപ്ലവ പാരമ്പര്യമുള്ള ക്യൂബൻ സൈന്യം അത്ര എളുപ്പത്തിൽ മുട്ടുമടക്കുമെന്ന് തോന്നുന്നില്ല. 90 മൈൽ അകലെ പുകയുന്ന ഈ കനൽ ഏത് നിമിഷവും ഒരു അഗ്നിപർവ്വതമായി മാറാം. ചാരവിമാനങ്ങൾ ആകാശത്ത് വരയ്ക്കുന്ന വട്ടങ്ങൾ ഒരു യുദ്ധത്തിന്റെ ഭൂമിശാസ്ത്രമാണ് കാണിച്ചു തരുന്നത്. ലാറ്റിൻ അമേരിക്ക വീണ്ടും വൻ ശക്തികളുടെ പരീക്ഷണശാലയായി മാറുമ്പോൾ ഇരയാകുന്നത് സാധാരണ ജനങ്ങളാണ്. വാഷിംഗ്ടണും ഹവാനയും തമ്മിലുള്ള ഈ പോരാട്ടം ലോക ചരിത്രത്തിലെ മറ്റൊരു നിർണായക അധ്യായമായി മാറുകയാണ്. ട്രംപിന്റെ യുദ്ധതന്ത്രങ്ങൾ ക്യൂബയിൽ വിജയിക്കുമോ അതോ റഷ്യയുടെ ഇടപെടൽ കാര്യങ്ങൾ മാറ്റിമറിക്കുമോ എന്ന് വരും ദിവസങ്ങളിൽ അറിയാം. 90 മൈലിനപ്പുറം എന്താണ് സംഭവിക്കുന്നതെന്ന് ലോകം ശ്വാസം അടക്കി പിടിച്ച് നോക്കി നിൽക്കുകയാണ്.